അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മനോലൈംഗിക വികാസ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണ സമീപനത്തില് 5 ഘട്ടങ്ങളായിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ ഇങ്ങനെ തിരിക്കുകയാണ്. അപ്പോ ആദ്യത്തെ ഘട്ടം വദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ എന്ന് പറയുമ്പോൾ വായ എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോ 5 ഘട്ടങ്ങൾ ഉള്ളതില് ഓരോ ഘട്ടത്തിലും പ്രത്യേക ഉദ്ദീപന മേഖലകൾ ഉണ്ട്. ഉദ്ദീപന മേഖല ഇല്ലാത്ത ഘട്ടവും ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഈ ഓറൽ സ്റ്റേജ് അല്ലെങ്കിൽ വദനഘട്ടം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജനിച്ചിട്ട് 2 വയസ്സ് വരെയുള്ള സമയമാണ്. 2 വയസ്സ് വരെയുള്ള പ്രായമാണ് കുട്ടിയുടെ വദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ്. എന്തുകൊണ്ടായിരിക്കും ആ പേര് ഓറൽ, വായ? ഈ പ്രായത്തിലെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് വായിലിടാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് ഉണ്ടാവും. അതായത് ഈ ഘട്ടത്തിൽ ശിശുവിന് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്നത് വായയും അനുബന്ധ പ്രവർത്തനവുമാണ്. വായയും വായ കൊണ്ടുള്ള മറ്റു പ്രവർത്തനങ്ങളും. അതുകൊണ്ടായിരിക്കും കാണുന്നതൊക്കെ എടുത്തിട്ട് വായിലിട്ട് ചവക്കുന്നത്. ആര്? ഈ പ്രായത്തിലുള്ള കുട്ടികൾ, 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ. അപ്പം വദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ് ആണ് മനോലൈംഗിക വികാസ ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു. ഇത് ജനിച്ച് 2 വയസ്സ് വരെയുള്ള പ്രായമാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ പേര് വന്നിട്ടുണ്ടാവുക? കാരണം ഈ പ്രായത്തിൽ ജനിച്ച് 2 വയസ്സ് വരെ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, അനുഭൂതി ഇതൊക്കെ കൊടുക്കുക എന്താണ്? വായയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമാണ്. വായ, ഓറൽ. അതുകൊണ്ടായിരിക്കും ഓറൽ സ്റ്റേജ് എന്ന് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ആ പ്രായത്തിലുള്ള കുട്ടികള്, അതായത് കുട്ടിക്ക് ഏറ്റവും അനുഭൂതി കൊടുക്കുന്നത് വായയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ടായിരിക്കും ആ പ്രായത്തിലെ കുട്ടികൾ കാണുന്നൊക്കെ എടുത്തിട്ട് വായിലിടുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും ഉദ്ദീപന മേഖല വായ തന്നെയാണെന്ന് പറയാം ഇവിടെ. അപ്പൊ ഇങ്ങനെ വായിലിടാനും അതുപോലെ തന്നെ ചവക്കാനും ഇതിനൊക്കെയുള്ള അവസരങ്ങൾ വേണ്ടത്ര കിട്ടാതിരുന്നാലോ, മാതാവിൽ നിന്ന് വേണ്ട പരിചരണം ലഭിക്കാതിരുന്നാലോ കുട്ടികൾക്ക് സ്തംഭനം അല്ലെങ്കിൽ ഫിക്സേഷൻ സംഭവിക്കാം. അപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികള് വായ കൊണ്ട് നന്നായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ വേണ്ടത്ര പ്രവർത്തനം ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് വേണ്ട പരിചരണം കിട്ടിയില്ല. അത്തരം കേസിൽ കുട്ടികൾക്ക് സ്തംഭനം സംഭവിക്കാം, ഫിക്സേഷൻ സംഭവിക്കാം. എന്താണ് സ്തംഭനം? ആ വാക്കിൽ തന്നെയുണ്ട്. വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്ന അവസ്ഥയാണ് സ്തംഭനം. വ്യക്തിത്വ വളർച്ച ലോ ആയി പോകുന്ന അവസ്ഥയാണ് സ്തംഭനം എന്ന് പറയുന്നത്. അപ്പൊ അമ്മയിൽ നിന്ന് വേണ്ട പരിചരണം കിട്ടിയില്ലെങ്കിൽ, ഈ വായ കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അവസരം ധാരാളം കിട്ടിയില്ലെങ്കിൽ കുട്ടിക്ക് സ്തംഭനം ഉണ്ടാവാം. ശൈശവത്തിൽ കുഞ്ഞായിരിക്കുമ്പോ കൂടുതൽ പരിചരണവും വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ പിൽക്കാലത്ത് വ്യക്തി ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുമെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് നിരീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്? ശൈശവത്തിൽ കൂടുതൽ, കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ കൂടുതൽ പരിചരണവും വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ, കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടിക്ക് നല്ല പരിചരണം കൊടുക്കണം. അതുപോലെ തന്നെ വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പ്രായത്തില് നല്ല അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാല് പിൽക്കാലത്ത് വളർന്നു വരുന്ന ആ വ്യക്തി ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുമെന്നാണ് ഫ്രോയിഡ് നിരീക്ഷിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം അഥവാ വദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ്. മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ 5 അതിൽ ഒന്നാമത്തതാണിത്. 2 വയസ്സ് വരെയുള്ള പ്രായമാണ് ഓറൽ സ്റ്റേജ് അല്ലെങ്കിൽ വദനഘട്ടം. ഈ ഘട്ടത്തിൽ ശിശുവിന് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്നത് വായയും അനുബന്ധ പ്രവർത്തനവുമാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് വായിലിടുന്നത്. ഇതിനുള്ള അവസരങ്ങൾ വേണ്ടത്ര കിട്ടാതിരുന്നാലോ, മാതാവിൽ നിന്ന് വേണ്ട പരിചരണം ലഭിക്കാതിരുന്നാലോ സ്തംഭനം അല്ലെങ്കിൽ ഫിക്സേഷൻ സംഭവിക്കാം. വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്ന അവസ്ഥയാണ് സ്തംഭനം. ശൈശവത്തിൽ കൂടുതൽ പരിചരണവും വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ പിൽക്കാലത്ത് വ്യക്തി ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുമെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഓറൽ സ്റ്റേജ് അല്ലെങ്കിൽ വദനഘട്ടത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ തന്നെയുള്ള അടുത്ത ഘട്ടം ഏതാണെന്ന് നോക്കാം.